ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ദുആ ഞാൻ കേട്ടു. അതിന് ഞാൻ ആമീൻ പറഞ്ഞതാണ്. എന്താണ് ആ ദുആ? ഒന്നാമത്തെ ദുആ, പരിശുദ്ധ റമളാൻ സമാഗതമായിട്ട് അതിനെ വേണ്ടവണ്ണം പരിഗണിക്കാത്തവന് നീ പുറത്തു കൊടുക്കല്ലേ റബ്ബേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ പടിയിൽ ചവിട്ടിയപ്പോഴോ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കൾക്ക് നീ പുറത്തു കൊടുക്കല്ലേ റബ്ബേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. മൂന്നാമത്തെ പടിയിൽ ചവിട്ടിയപ്പോഴോ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനെ നീ ശപിക്കണേ അല്ലാ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞതാണ്. സ്വലാത്ത് അല്ലല്ലോ വാജിബാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ റസൂലിന് ഇതാ സംരക്ഷണം നൽകുന്നു, രക്ഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, സലാം ചൊല്ലുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ സ്വലാത്ത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് ഇന്ന് നമ്മൾ അത്തഹിയ്യാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്ത്, അതാണ് കാമിലായ സ്വലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സ്വലാത്ത്. നമസ്കാരത്തിൽ ആ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ ആ നമസ്കാരം ബാത്തിലാണ്. ഖുതുബയിൽ ആ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ ആ ഖുതുബ ബാത്തിലാണ്. ദുആഇൽ ഹംദും സ്വലാത്തും ഇല്ലെങ്കിൽ ആ ദുആആയി പരിഗണിക്കപ്പെടുകയില്ല. ഹംദും സലാത്തും കൊണ്ട് തുടങ്ങി സ്വലാത്തും ഹംദും കൊണ്ട് അവസാനിപ്പിക്കണം ദുആ. അങ്ങനെയാണ് ഇസ്ലാം പ്രാർത്ഥന പോലും പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ലോകത്തിന്റെ ചുറ്റുഭാഗത്തും ഈ ഭൂമിക്ക് മുകളിൽ പള്ളികളായി എവിടെയെല്ലാം പള്ളികളുണ്ടോ, ഏതെല്ലാം സംഘടനകളാണോ, സംഘടനകൾ ഏത് തന്നെയായിരുന്നാലും ശരി, ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തി തൗഹീദ് വിളംബരം ചെയ്തതിനു ശേഷം തൊട്ടുടനെ പറയുന്ന പദമില്ലേ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ പേര് പ്രഖ്യാപിക്കാത്ത ബാങ്ക് ബാങ്കാകുമോ? ആ പേര് പ്രഖ്യാപിക്കാത്ത ഇഖാമത്താകുമോ? ഒരിക്കലുമില്ല. അപ്പോ അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള സ്ഥാനം ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം അതാണ് സഹോദരന്മാരെ. ആ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതനുസരിച്ച് തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ, നബിയെ, ഞാൻ എന്നെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. റസൂലുള്ളാഹി ഉടനെ തിരുത്തി, പാടില്ല ഉമറേ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പാടില്ല ഉമറേ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സ്വത്ത് സമ്പാദ്യങ്ങളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനാകുന്നത് വരെ നിങ്ങളിൽ ആരും മുഅ്മിനാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിക്കാം, ഉടനെ പഠിപ്പിക്കാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉടനെ തിരുത്തി, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ നഫ്സിനെ പോലും സ്നേഹിക്കുന്നുള്ളൂ. പൂർവീകര ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ അവസരം കിട്ടിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനാണ് എന്ന വിഷയത്തിൽ ഭൂമിയിൽ ആർക്കും തർക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ അവസരം കിട്ടിയത് സ്വഹാബത്തിനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന് ആ റസൂലുള്ളാഹിന്റെ കസ്തൂരിയുടെ സുഗന്ധമുള്ള വിയർപ്പിന്റെ ഗന്ധം ആസ്വദിച്ച് മേഘത്തണലിട്ട് കൊടുക്കുന്ന റസൂലുള്ളാഹിന്റെ കൂടെ നടന്ന് അവിടത്തെ ആ ഗന്ധം ആസ്വദിച്ച് ആ വഹീ കേട്ട് പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടുപഠിച്ച ആ സ്വഹാബത്താണ് തങ്ങളുടെ ജീവനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു കാണിച്ചത്.
എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് സഹാബത്ത് കാണിച്ചു തന്നതാണ് നമ്മളെ. അങ്ങനെയാ സ്നേഹിക്കേണ്ടത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോൽപാത്രത്തിൽ നിന്നും ഒളൂ ചെയ്തു. ആ ഒളൂ ചെയ്ത് കഴിഞ്ഞപ്പോ അതിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം സഹാബത്ത് അവരുടെ ദേഹത്ത് പുരട്ടാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ആ സമയത്ത് സഹാബത്ത് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുന്നു, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നെങ്കിൽ, എന്നെ നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റുകയാണ് വേണ്ടത്, എന്റെ തത്വങ്ങളെ നിങ്ങൾ അനുസരിക്കുകയാണ് വേണ്ടത്. എന്റെ മാർഗം പിന്തുടരാതെ ബാഹ്യമായി മാത്രം എന്നെ സ്നേഹിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. ഉക്കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉദ്ധരണി എവിടുന്നാണെന്നറിയോ? ചരിത്രമുത്തുകൾ എന്ന പുസ്തകത്തിന്റെ 31-ാമത്തെ പേജിൽ പൂങ്കാവനം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ ഹുസൈൻ രണ്ടത്താൻ എഴുതിയ പുസ്തകത്തിനാണ്. മുജാഹിദീങ്ങൾ എഴുതിയ പുസ്തകമൊന്നുമില്ല. അദ്ദേഹം എഴുതിയ ഉദ്ധരണി ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. മക്കാ വിജയത്തിന് ശേഷം പ്രവാചകരും അനുയായികളും മദീനയിലേക്ക് മടങ്ങുകയാണ്. വഴിമധ്യേ നമസ്കാരത്തിന് സമയമായി. പ്രവാചകൻ വുളൂ ചെയ്യാൻ തുടങ്ങി. അനുയായികൾ ചുറ്റും നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്ത വെള്ളം അവരുടെ ദേഹത്ത് തളിച്ചു. വുളൂ പൂർത്തിയാക്കിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഞാൻ വുളൂ എടുത്ത വെള്ളം എന്തിനാണ് നിങ്ങളുടെ ശരീരത്തിൽ പുരട്ടുന്നത്? അങ്ങയോട് സ്നേഹവും ബഹുമാനവും കാണിക്കാൻ. എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മാർഗം പിന്തുടരുക, എന്റെ തത്വങ്ങൾ അനുസരിക്കുക. എന്റെ മാർഗം പിന്തുടരാതെ ബാഹ്യമായി മാത്രം എന്നെ സ്നേഹിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റലാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ. കേവല സ്നേഹമാണെങ്കിൽ അബൂ ത്വാലിബ് സ്വർഗ്ഗത്തിൽ പോണ്ടേ? വേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ അബൂ താലിബ് സ്നേഹിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? പക്ഷെ പിൻപറ്റിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തു, എല്ലാവിധ സംരക്ഷണവും കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂത്താപ്പ, ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. ഞാൻ അല്ലാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കാം. അബൂ ത്വാലിബ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അബൂ ത്വാലിബ് ആ നിലയിൽ തന്നെ മരണപ്പെട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വേദനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറഞ്ഞപ്പോ ജാഅ ജിബ്രീൽ അലൈഹിസ്സലാം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല കേട്ടോ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് സന്മാർഗത്തിലാക്കുന്നത്, ഹിദായത്തിലാക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചാലാണല്ലോ അബൂ താലിബ്, അല്ലേ? മരിച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞ എന്താ? എന്റെ മൂത്താപ്പ നരകത്തിലാണ്. നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ തീ കൊണ്ടുള്ള ഒരു ജോഡി ചെരുപ്പാണ്. അത് അബൂ താലിബിനാണ് കൊടുക്കപ്പെടുക എന്നും ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്, സ്വഹീഹായ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കേവല സ്നേഹം, ചര്യ പിൻപറ്റാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റാതെയുള്ള സ്നേഹം സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ വായിലെ നാവ് കൊണ്ട് പറച്ചിലല്ല, അത് പ്രാക്ടിക്കൽ ആകണം. കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ നാടൊട്ടുക്കും നബിദിനാഘോഷം നടത്തിക്കോട്ടെ. ഇവിടെ ആർക്കും എന്തും നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ നടത്തണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ പൂർവാധികം ഭംഗിയായി നടത്തും. മിണ്ടാതിരുന്നാൽ ഇച്ചി ശക്തി കുറയും. എന്നാ മിണ്ടായിരിക്കാൻ പറ്റൂല, മിണ്ടിയേ പറ്റൂ. ഒരു തിന്മ കണ്ടാൽ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയുക, അതിനും പറ്റിയില്ലെങ്കിൽ നാവ് കൊണ്ട് തടയുക, അതിനും പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക.